ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ചേലക്കര ഉതുവടി പള്ളിക്ക് സമീപം തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനയെത്തി. പ്രിൻസന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച പുലർച്ചെ 2:30 കാട്ടാനയെത്തിയത്. ശബ്ദം കേട്ട് ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് വീടിന് മുൻപിൽ കാട്ടാനയെ കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു. ഈ കുടുംബത്തെയും നാട്ടുകാരെയും വീതിയുടെ മുൾമുനയിൽ നിർത്തിയാണ് കാട്ടാന ജനവാസ മേഖലയിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെയും വീടിന്റെ ചുറ്റുമതിൽ തകർത്ത് ആനപ്പറമ്പിലെ ചക്കയും മാങ്ങയും വാഴയും അടക്കം നശിപ്പിച്ചിരുന്നു. വീടിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആനയെ കണ്ട് ഭയന്ന വീട്ടുകാർ ലൈറ്റുകൾ തെളിച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്. രാത്രിയിൽ കണ്ണടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. 2 ദിവസവും വിവരം അറിയിച്ചിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ അധികാരികളോ എത്തിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഞായറാഴ്ച വെളുപ്പിന് നമ്മുടെ വീടിൻ്റെ അവിടെ ആന ഇറങ്ങി. മതിൽ തകർത്തിട്ടാണ് വീട്ടിലേക്ക് ആന കയറി വന്നത്. അങ്ങനെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് മാങ്ങ, പിന്നെ അതേപോലെ പ്ലാവിലുണ്ടായിരുന്ന ചക്ക, പിന്നെ നമ്മുടെ അവിടെ കുറച്ച് വാഴ ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ച് അങ്ങനെ പോയി. പക്ഷേ ആനയാണ് ഇറങ്ങിയതെന്ന് ആദ്യം വീട് തുറന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് തുറന്ന് ഇറങ്ങി ചെന്നപ്പോഴാണ് അത് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ വീണ്ടും ഇറങ്ങി വന്നു. മുറ്റത്തുകൂടെ, നമ്മുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് വീട്, മുറ്റത്തു കൂടെയാണ് ഇറങ്ങി വന്ന് നമ്മുടെ മുറ്റത്തിന്റെ ഫ്രണ്ടിൽ കൂടെ, റൂമിന്റെ സൈഡിൽ കൂടെ ഇറങ്ങി മുറ്റത്തേക്ക് വന്നിട്ട് വീണ്ടും ലൈറ്റൊക്കെ അടിച്ചപ്പോൾ നാശനഷ്ടമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. വാഴയൊക്കെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഗേറ്റ് ഇന്ന് വന്നപ്പോൾ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പത്രം വെക്കണ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ബോക്സ് ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് പേടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതിലിനോട് കൊച്ചിന് കണ്ടപ്പോൾ ഭയങ്കര പേടി. നമുക്കിനി വീട്ടിൽ നിൽക്കണ്ടാട്ടോ എന്നൊക്കെയാണ് പറയണത്. ചെറിയ മോനാണ്, 10 വയസ്സുള്ള മോനാണ്. പക്ഷെ നമ്മുടെ ആ മതിൽ തകർത്ത് വന്നവൻ ഏത് നിമിഷം നമ്മുടെ ജനലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുമരോ തകർത്ത് എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയാണ്. വണ്ടി ഉണ്ട്, കാർ ഇവിടെ കൊണ്ടിട്ടിട്ടില്ല, അല്ലെങ്കിൽ കാറ് അതൊന്നും നശിപ്പിച്ചില്ല. ഞങ്ങളാകെ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനെ വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും ചാനലുകാർ ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ നമ്മുടെ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് നമുക്കൊന്നൊരു നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പൈസ 2 ആൾക്കാർ ഞങ്ങളൊക്കെയാണ് വീട്ടിലുള്ളൂ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.